നമുക്കറിയാം അമേരിക്കയ്ക്ക് റഷ്യയോടുള്ള ദേഷ്യവും നീരസവും എത്രമാത്രമാണ് എന്ന്. പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ അമേരിക്ക എന്ന് പറഞ്ഞാൽ ലോകത്തെ സമ്പന്നമായ രാജ്യം, ലോക പോലീസാണ് അവർ. അമേരിക്കയോട് വിധേയപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങളെയാണ് നമ്മൾ പലപ്പോഴും, ഇന്ത്യ അടക്കം നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. അമേരിക്ക എന്ത് പറയുന്നു അത് തന്നെയാണ് ശരി. കാരണം അമേരിക്കയെ വെറുപ്പിച്ചാൽ ഉപരോധങ്ങൾ ഉണ്ടാകും, മറ്റ് രാജ്യങ്ങൾ നമ്മളെ കൈയൊഴിയും, അത് നമ്മുടെ വ്യാപാര രംഗത്തെ വലിയ രീതിയിൽ ബാധിക്കും. അപ്പോൾ അമേരിക്കയുടെ വിധേയത്വവും ബഹുമാനവും ഒക്കെ പാലിച്ച് നിന്നേ മതിയാകും എന്നുള്ളൊരു അവസ്ഥ കുറെ കാലങ്ങൾക്ക് മുൻപൊക്കെ നമുക്കുണ്ടായിരുന്നു, എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നു. എന്നാൽ റഷ്യക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ റഷ്യ എല്ലാ രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനും റഷ്യയിലേക്ക് കൊടുക്കാനും ഒക്കെയുള്ള ഒരു കാരണം അമേരിക്കയ്ക്ക് നീരസം ഉണ്ടാകുമോ, അമേരിക്ക അതിൽ പക പോക്കുമോ എന്നൊക്കെ ഉള്ളൊരു ഭയമുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യക്ക് ആ ഭയമില്ലായിരുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങി. ഇന്ത്യ പറഞ്ഞ ഒരൊറ്റ കാര്യം, ഞങ്ങളുടെ രൂപ തന്നായിരിക്കും ഞങ്ങൾ എണ്ണ വാങ്ങുന്നത്, അങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളെ നിന്ന് എണ്ണ വാങ്ങാം. റഷ്യ സമ്മതിച്ചു. അങ്ങനെ ഇന്ത്യയുടെ രൂപ കൊടുത്തുകൊണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങി. അത് കണ്ടിട്ട് മറ്റ് രാജ്യങ്ങളും, അമേരിക്ക അപ്പോൾ ഒന്നും ചെയ്യാൻ വന്നില്ല, സ്വാഭാവികമായും മറ്റു രാജ്യങ്ങളും ഇന്ത്യയുടെ അതേ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഉക്രൈനുമായും റഷ്യയും തമ്മിൽ യുദ്ധമാണ്. ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് ഇപ്പോൾ നൊബേൽ സമ്മാനം വേണമെന്ന് പറഞ്ഞ് ഊണിലും ഉറക്കത്തിലും ട്രംപ് ഇങ്ങനെ നെട്ടോട്ടം ഓടുകയാണ്. എനിക്ക് നൊബേൽ സമ്മാനം വേണം എന്ന് പറഞ്ഞുകൊണ്ട്. അതിന് ട്രംപ് പാകിസ്ഥാനെ കാണുന്നു. ഇന്ത്യ പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ അത് അവസാനിപ്പിച്ചത് ഞാനാണ് എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ കൊണ്ടുവന്നത് ഞാനാണ് എന്ന് പറയുന്നു. അങ്ങനെ സമാധാനത്തിൻ്റെ ഒരു വെള്ളരിപ്രാവായി ഇങ്ങനെ പറക്കുകയാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് നൊബേൽ സമ്മാനം വേണം, ഇതാണ് ട്രംപ് ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ് ഇന്ത്യക്ക് 50% തീരുവയൊക്കെ ഉയർത്തിക്കൊണ്ട് അമേരിക്ക രംഗത്തെത്തുകയൊക്കെ ചെയ്യുന്നത്. അവിടെ ഇന്ത്യ തകരുമെന്നാണ് ട്രംപ് വിചാരിച്ചത്. പക്ഷേ ഇന്ത്യ തകർന്നില്ല. ജയശങ്കർ അടക്കമുള്ളവർ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുമായി ചർച്ചകൾ നടത്തി. പീയൂഷ് ഗോയൽ അടക്കം ഒരു ടീം അവിടെ എത്തി. കാരണം അമേരിക്കയ്ക്കും ഇന്ത്യക്കും അത് വലിയ തിരിച്ചടിയാകും എന്നുള്ളതാണ്. ഇപ്പോൾ റഷ്യ അമേരിക്കയ്ക്ക് ഒരു താക്കീത് നൽകുകയാണ്. ഞങ്ങളെ തകർക്കാമെന്ന് അമേരിക്ക തീരുമാനിച്ചാൽ, റഷ്യ എന്ന് പറയുന്നത് ഒരു വലിയ സാമ്രാജ്യ ശക്തിയാണ്. ഇപ്പോൾ റഷ്യ അമേരിക്കയോട് പറയുകയാണ്, ഞങ്ങളെ തകർക്കാമെന്ന് നീയൊക്കെ കരുതിയാൽ അങ്ങനെ തകരുന്ന ഒരു രാജ്യമല്ല റഷ്യ. അതാദ്യം നീയൊക്കെ മനസ്സിലാക്ക്. ഒരു കാലത്ത് ഞങ്ങൾ നിന്റെയൊക്കെ മുന്നിൽ മുട്ട് താഴ്ക്കില്ല, ഞങ്ങൾ തല കുനിക്കില്ല, നീയൊക്കെ പറയുന്നത് കേൾക്കാനിരിക്കുന്ന ആളുകളല്ല ഞാനെന്ന് നിലപാടുകളുടെ രാജകുമാരനായ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുകയാണ്. അത് പറയുക മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ റഷ്യക്കെതിരായി ഉക്രൈനും യൂറോപ്യൻ യൂണിയനും അവതരിപ്പിച്ച പ്രസ്താവനയ്ക്ക് വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. ആ തിരിച്ചടി ഇപ്പോൾ ലോക ശ്രദ്ധ നേടുകയാണ്. കാരണം ഉക്രൈനുമായിട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ പുടിനെ അലാസ്കയിൽ ചർച്ചയ്ക്ക് വിളിച്ച ആളാണ് ട്രംപ്. അന്ന് വന്നത് പുടിനല്ല, വേറെ ആരോ ആണ്, പുടിനുമായി രൂപസാദൃശ്യമുള്ള ആരോ ആണ്. 2.5 മണിക്കൂർ അലാസ്കയിൽ സംസാരിച്ചതെന്നൊക്കെയായിരുന്നു അന്നത്തെ സംസാരം. പക്ഷേ അന്നും പുടിൻ എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനും ഐക്യരാഷ്ട്രയുടെ പൊതുസഭയിൽ അവതരിപ്പിച്ച പ്രസ്താവനയ്ക്ക് വലിയ തിരിച്ചടിയാണ് ലഭിക്കുന്നത്. അതായത് ഉക്രൈനും യൂറോപ്യൻ യൂണിയനും സംയുക്തമായി അവതരിപ്പിച്ച റഷ്യൻ വിരുദ്ധ പ്രസ്താവനയ്ക്ക് 193 അംഗരാജ്യങ്ങളിൽ 36 രാജ്യങ്ങളുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചത് എന്നുള്ള വിവരമാണ് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 193 രാജ്യങ്ങളുണ്ട്. റഷ്യക്ക് വലിയ തിരിച്ചടി കിട്ടുമെന്ന് അമേരിക്ക കൂടി വിചാരിച്ചിടത്താണ് 36 രാജ്യങ്ങൾ മാത്രമാണ് യുക്രൈനെയും യൂറോപ്പ് യൂണിയനെയും അംഗീകരിച്ചത് എന്നുള്ളതാണ്. ഇത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിലപാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ കുറഞ്ഞ പിന്തുണ കേവലം ഒരു നയതന്ത്ര തിരിച്ചടി എന്നതിലുപരി ആഗോള രാഷ്ട്രീയത്തിലെ ചില പ്രധാന പ്രവണതകളെയാണ് എടുത്തു കാണിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മേധാവി കാജ കല്വാസും ഉക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഗയും ചേർന്ന ഈ രേഖ അവതരിപ്പിച്ചു.
റഷ്യയുടെ മേൽ പരമാവധി സമ്മർദ്ദം ചെലുത്താൻ ആഗോള സമൂഹത്തോട് ഇത് ആവശ്യപ്പെടുകയും ഉക്രൈന്റെ അന്താരാഷ്ട്ര അംഗീകൃത അതിർത്തിക്കുള്ളിലെ പ്രാദേശിക അഖണ്ഡതയെ പിന്തുണയ്ക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന രേഖയാണ് അവതരിപ്പിച്ചത്. പക്ഷേ ഈ സംയുക്ത പ്രസ്താവനയെ ഹംഗറി ഒഴികെയുള്ള 26 യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളും അർമേനിയ, അൻഡോറ, ഓസ്ട്രേലിയ, ബോസ്നിയ ആൻഡ് ഹെർഗോനിയ, കാനഡ, ജപ്പാൻ, മൊണോക്ക, ന്യൂസിലാൻഡ്, നോർവ, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളും മാത്രമാണ് അംഗീകരിച്ചത്. അതായത് ഹംഗറി ഇതിൽ പെട്ടില്ല. ഹംഗറി ഒഴികെയുള്ള രാജ്യങ്ങളാണ് ഈ പ്രസ്താവന അംഗീകരിച്ചത്. ഈ പ്രസ്താവന അംഗീകരിക്കാൻ തയ്യാറാവുകയോ മനഃപൂർവ്വം വിട്ടു നിൽക്കുകയാണ് ഉണ്ടായത്. ബാക്കിയുള്ള രാജ്യങ്ങൾ, പാശ്ചാത്യ സഖ്യത്തിന് പുറത്തുള്ള രാജ്യങ്ങളുടെ ഒരു വിടവാണ് ഇത് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. റഷ്യ ഉക്രൈൻ സംഘർഷം ആരംഭിച്ച ആദ്യ നാളുകളിൽ UN പൊതുസഭയിൽ റഷ്യ അപലപിച്ചുകൊണ്ടുള്ള പ്രമേയങ്ങൾക്ക് 140-ലധികം രാജ്യങ്ങളുടെ പിന്തുണ ലഭിച്ചിരുന്നു. എന്നാൽ നിലവിലെ 36 രാജ്യങ്ങളുടെ പിന്തുണ പ്രധാനമായും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലും ഹംഗറി ഒഴികെ അമേരിക്ക, കാനഡ, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ പാശ്ചാത്യ കക്ഷികളിലുമാണ് ഒതുങ്ങിയത്. ഇത് വ്യക്തമാക്കുന്നത് ഉക്രൈനെ കരുവാക്കി റഷ്യയെ ഒറ്റപ്പെടുത്താനായി പാശ്ചാത്യ രാജ്യങ്ങൾ സ്പോൺസർ ചെയ്ത സംഘർഷമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നത് ലോക രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നത് തന്നെയാണ്. മാത്രമല്ല, സംഘർഷ ഭൂമിയിൽ സമാധാനം സൃഷ്ടിക്കാൻ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളാണെന്നും അവർ തിരിച്ചറിയുന്നു. ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ഏഷ്യയുടെ ചില ഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഗ്ലോബൽ സൗത്ത് എന്നറിയപ്പെടുന്ന രാജ്യങ്ങൾ പ്രസ്താവനയെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് ബോധപൂർവം വിട്ടുനിൽക്കുന്നു. ഈ രാജ്യങ്ങൾക്ക് റഷ്യയുമായി സൈനിക, ഊർജ, സാമ്പത്തിക ബന്ധങ്ങളുണ്ട്. പാശ്ചാത്യരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് റഷ്യയെ തള്ളിക്കളയാൻ അവർ തയ്യാറല്ല എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. മാത്രമല്ല, പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പിനുള്ള മർമ്മം നോക്കിയുള്ള അടി കൂടിയാണ് ഇത്. പാശ്ചാത്യ രാജ്യങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളെ തങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ മാത്രം പ്രയോഗിക്കുന്നു എന്നൊരു വിമർശനം ഈ രാജ്യങ്ങൾക്കുണ്ട്. ഇത് കാരണം ഉക്രൈൻ വിഷയത്തിൽ റഷ്യയെ മാത്രം ഒറ്റപ്പെടുത്താനുള്ള പാശ്ചാത്യ നീക്കങ്ങളെ അവർ പിന്തുണയ്ക്കുന്നില്ല. മറ്റൊരു പ്രധാന കാര്യം അമേരിക്കയുടെ നിലപാടിൽ വന്നിട്ടുള്ള നയതന്ത്രപരമായ മാറ്റമാണ്. ഉക്രൈൻ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക ദാതാവായ അമേരിക്ക ഈ പ്രസ്താവനയിൽ നിന്ന് വിട്ടുനിന്നത് പാശ്ചാത്യ സഖ്യത്തിനുള്ളിലെ ആഴത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അമേരിക്ക ഇപ്പോൾ ചർച്ചകൾക്കാണ് മുൻഗണന നൽകുന്നത്. റഷ്യയെ നേരിട്ട് കുറ്റപ്പെടുത്തുന്നതിൽ നിന്ന് മാറി സമാധാന ചർച്ചകൾക്ക് മുൻഗണന നൽകുന്ന ഒരു നയം അമേരിക്ക സ്വീകരിക്കുന്നതിന്റെ ഭാഗമാണിത്. ഫെബ്രുവരിയിൽ അമേരിക്ക അവതരിപ്പിച്ച പ്രമേയം റഷ്യയെ ആക്രമണകാരി എന്ന മുദ്ര കുത്താതെ സംഘർഷം അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്തതും ഈ മാറ്റത്തെ സാധൂകരിക്കുന്നു. അമേരിക്കയും യൂറോപ്യൻ യൂണിയനുമായി വർദ്ധിച്ചു വരുന്ന അകലം കൂടിയാണ് അമേരിക്കയുടെ ഈ മാറ്റം വ്യക്തമാക്കുന്നത്. ഉക്രൈനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ അമേരിക്ക, യൂറോപ്യൻ നിലപാടുകൾ തമ്മിൽ രൂപപ്പെടുന്ന ഒരു അകലം ഈ സംഭവം വ്യക്തമാക്കുന്നു. അതായത് പുടിനോട് കളിച്ചാൽ കളി മാറുമെന്ന് അമേരിക്കയ്ക്കും മനസ്സിലായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം അമേരിക്ക മനസ്സിലാക്കിയത് കൊണ്ടാണ് ബോധപൂർവം ഇതിൽ നിന്നൊക്കെ അമേരിക്ക ഒഴിയുന്നത്. ഇതേ അവസ്ഥ തന്നെ അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ കാര്യത്തിലും ഉണ്ടാകാൻ അധികം കാലമൊന്നും കാണേണ്ടി വരില്ല.